കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം. എഫീഷ്യൻസ് ചാപ്റ്റർ 2. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ് കരമുയർത്തി. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ വാസ്തവത്തിൽ ഒരുപാട് സ്ഥലത്ത് ധ്യാനങ്ങൾ കൂടണതിനും കുറ്റം പറയാല്ല. അപ്പോൾ നമ്മളുടെ എന്തോ നേടിയെടുക്കാനുള്ള ഒരു ഓട്ടമാണ് ധ്യാനം അല്ലെങ്കിൽ ആത്മീയത എന്ന് വിചാരിക്കരുത്. ധ്യാനം കൂടണം, ആത്മീയമായ അറിവ് പ്രബോധനവും നമുക്ക് വേണം. പക്ഷെ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല അത്. പക്ഷെ മനുഷ്യൻ പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ ഉടമ്പടിയോട് നമ്മൾ സഹകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടിയോട് സഹകരിക്കണം. ഞാനിത് പറയുമ്പോൾ ആരും ചിന്തിച്ചു പോകരുത് നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ദൈവം ചെയ്തോളുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടിയോട് സഹകരിക്കണം. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പ്രബോധനം എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ്. ഗോഡ് ഹു ക്രിയേറ്റഡ് അസ് വിതൗട്ട് അസ് cannot save us without us. God who created us without us cannot save us without us. അതിനെങ്ങനെയാ മലയാളത്തിൽ പറയാം? നമ്മളെ കൂടാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ കൂടാതെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് നമ്മളെ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ സഹായം വേണ്ടല്ലോ, കാരണം നമ്മളൊന്നില്ലല്ലോ. നമ്മളെ കൂടാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ സഹകരണം ദൈവത്തിന് നമ്മളെ സൃഷ്ടിക്കുന്നതിന് ആവശ്യമില്ല. പക്ഷേ നമ്മൾ രക്ഷിക്കുന്നതിനോ നമ്മുടെ സഹകരണം കൂടാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കുക സാധ്യമല്ല. പക്ഷേ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അത് നമ്മൾ നേടിയെടുക്കുന്നതെന്നല്ല. അപ്പോൾ ആ രക്ഷാകര പദ്ധതി നമുക്ക് വേണ്ടി നടപ്പാക്കിയിരിക്കുന്നു. ആ പദ്ധതിയോട് നമ്മൾ സഹകരിക്കണം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതെല്ലാം ദൈവത്തിൽ നിന്നുണ്ടാകുന്ന വലിയ പ്രവർത്തനത്തെയാണ്. അപ്പോൾ പറയുമ്പോഴെല്ലാം നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെ ചിന്തിക്കരുത്, എന്നാൽ ശരി ദൈവം എല്ലാം ചെയ്തോളും, നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരാശയത്തിലേക്കല്ല അത് നമ്മളെ നയിക്കുന്നത്. നമ്മൾ സഹകരിക്കണം. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ട് രക്ഷ നമുക്ക് സാധ്യമല്ല. അതാണ് എഫേസ്യസ് 2:8 പറയുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇത് വളരെ ചെറിയ ഒരു സുവിശേഷ വാക്യമാണ്. എന്നാൽ അതിൽ 3 രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. 1 വിശ്വാസം, 2 കൃപ, 3 രക്ഷ. ഇത് തന്നെ ഒരു ധ്യാനം നടത്താനുള്ള സബ്ജക്റ്റ് ആയിട്ടുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു വചനം എഴുതിയിട്ട് അതിനെ 3ആയിട്ടൊന്ന് വായിച്ച്, വിശ്വാസം, കൃപ, രക്ഷ. ഇത് 3ഉം നമ്മളിൽ നിന്നുള്ളതാണോ അതേ ദൈവത്തിൽ നിന്നുള്ളതാണോ? ഇത് 3ഉം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതാ? ദൈവത്തിൽ നിന്ന്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം വർദ്ധിക്കുമ്പോൾ കൃപ വർദ്ധിക്കുന്നു. കൃപ വർദ്ധിക്കുമ്പോൾ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്നു. വിശ്വാസം, കൃപ, രക്ഷ. ഇനി നമ്മൾ രക്ഷയുടെ അനുഭവം പൂർണ്ണമായിട്ട് ഇനിയും നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കൃപ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. കൃപ പൂർണ്ണമായിട്ട് ലഭിക്കാഞ്ഞത് എന്തുകൊണ്ട്? വിശ്വാസം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാത്തത് കൊണ്ട്, വിശ്വാസം ഉയരാത്തത് കൊണ്ട്. അപ്പോൾ ആ വചനത്തിന് ശേഷം എഴുതിയിരിക്കുന്നതാണ്, ഇത് നമ്മൾ നേടിയെടുക്കുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ദിസ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഈ ബോധ്യത്തോടു കൂടി വേറെ ഒരു വചനം പറയാം. ഞാൻ പഴയ നിയമത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പറ്റണില്ല. ആത്മാവ് ഇപ്പോൾ ഇവിടെ തന്നെ പിടിച്ചു നിർത്താം. റോമർ ഒരു വചനം വരുന്നത് ഇതാണ്. റോമർ 3:20 മുതലുള്ള വചനം. റോമാക്കാർക്ക് ലേഖനം
3-ാം അധ്യായത്തിൽ 20 മുതലുള്ള വചനത്തിൽ നമുക്ക് കാണാം, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. പ്രാരംഭ ധ്യാനത്തിൽ 10 കൽപ്പനകളെയും വളരെ വിശദമായിട്ട് വിശകലനം ചെയ്ത് അതിൻ്റെ എല്ലാ നൂലാമാലകളും നമ്മൾ കണ്ടുപിടിച്ച് ആ കൽപ്പനകൾ അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പശ്ചാത്തപിച്ച് നമ്മൾ കുമ്പസാരിച്ചിട്ടുണ്ട് ഇല്ലേ? അതാവശ്യമാണ്. കൽപ്പനകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൽപ്പനകളെക്കുറിച്ചുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടോ ഇല്ലയോ? 10 കൽപ്പനകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധമുണ്ടോ ഇല്ലയോ? ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് അതങ്ങ് അനുസരിക്കാത്ത? കൽപ്പന എല്ലാവർക്കും അറിയാലോ. 10 കൽപ്പന അറിയാമോ ഇല്ലയോ? പിന്നെ എന്തുകൊണ്ട് ഈ കൽപ്പന അനുസരിച്ച് നമ്മൾ ജീവിച്ചുകൂടാ? അത് നമുക്കറിയാലോ, പിന്നെ ജീവിച്ചൂടെ? അത് പറ്റുന്നുണ്ടോ? അത് പറ്റുന്നുണ്ടോ? ഈ 10 കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാൻ കഴിവുള്ള എത്ര പേര് ഇവിടെ ഉണ്ട് എന്ന് കൈവക്കിയേ. 10 കൽപ്പനകളും പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അറിയാഞ്ഞിട്ടാണോ? കണ്ടോ, ഇതാണ് യാഥാർത്ഥ്യം. ഈ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആത്മീയത എപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആവശ്യം. സുവിശേഷവും സുവിശേഷത്തിൻ്റെ ആത്മീയ ശക്തിയും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവർത്തിക്കണം. അപ്പോൾ ബാല്യകാലം മുതലേ 10 കൽപ്പനകളും ശരിക്കും അറിയാവുന്ന നമ്മൾക്ക് ഇപ്പോഴും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം. ഇസ് ദാറ്റ് റൈറ്റ്? ശരിയല്ലേ? ഇവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കൽപ്പനകൾ അറിയുന്നു എന്നതുകൊണ്ട് കൽപ്പനകൾ പാലിക്കുക സാധ്യമല്ല. കൽപ്പനകൾ പാവത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ് കൽപ്പനകൾ. കൽപ്പനകൾ അതിൽ തന്നെ നമ്മളെ രക്ഷിക്കാനോ കൽപ്പനകൾ പാലിക്കാനുള്ള ഒരു ശക്തിയോ നമുക്ക് പ്രദാനം ചെയ്യുന്നില്ല. ഒന്നുകൂടി വായിച്ച ആ വചനം. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട്. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട്. എല്ലാവരും തുറന്ന് വായിച്ച് ശബ്ദം ഉയർത്തി ഏറ്റു പറഞ്ഞേ. ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു എന്നേ ഉള്ളൂ. ഇനി ആരെങ്കിലും വളരെ കഠിന അധ്വാനം ചെയ്ത് ആ നിയമം അനുസരിച്ച് തന്നെ ജീവിക്കാമെന്ന് വിചാരിച്ചോ? എന്ന് വിചാരിച്ച് അവർ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. നിയമം അല്ല രക്ഷ നൽകുന്നത്. രക്ഷ നൽകുന്നത് ആരാ? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പണ്ടെല്ലാം നമ്മളാരെയും വിമർശിക്കല്ല, പണ്ടെല്ലാം ചില ധ്യാനങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളെ കുറച്ച് തലയോട്ടിയും എല്ലൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്നത്, ഇത് കണ്ടോ, നിങ്ങൾ ഇതേമാതിരി പാപം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ നരകത്തിൽ പോകുള്ളൂ, അതുകൊണ്ട് വേഗം പോയി കുമ്പസാരിച്ചേ. ഓക്കെ, അയ്യോ ഞങ്ങൾ നരകത്തിൽ പോകും, അതുകൊണ്ട് വേഗം പോയി കുമ്പസാരിക്കും. നമ്മൾ പേടിച്ച് വിറച്ചിട്ടാണ് പോണതിൽ. അങ്ങനെ പേടിച്ച് വിറയ്ക്കേണ്ട ഒരു സംവിധാനം അല്ല കർത്താവിൻ്റെ രക്ഷാകര പദ്ധതി. നിന്റെ പാപം കടുംചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം പൂർത്തിയാക്കിയേ, ഞാനവയെല്ലാം ഹിമം പോലെ പഞ്ഞി പോലെ വെള്ളയാക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ഇവിടെ തുടർന്ന് എഴുതിയിട്ടുണ്ട് 21 മുതൽ 25 വരെയുള്ള വചനം എല്ലാവരും ഒന്ന് വായിച്ച്. ഇനി ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് രക്ഷ നമുക്ക് അനുഭവമാകുന്നതെന്ന്. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ
സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. കണ്ടിന്യൂ. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. ഓക്കെ, 21 ഒന്നുകൂടി വായിക്കാം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടിന്യൂ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വിശ്വാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ രക്ഷയുടെ അനുഭവം നിയമത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇന്ന് നിയമം ഞാൻ പാലിക്കണം, അപ്പം ഞാൻ വിശുദ്ധിയിലാവും. അങ്ങനെ നിയമത്തെ പിടിച്ചു നിന്നാൽ വിശുദ്ധി ഉണ്ടാവില്ല. അതല്ല ലക്ഷ്യം. നിയമത്തിൻ്റെ ലക്ഷ്യം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുക എന്നുള്ളത്. മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപ ലഭിക്കണം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, നിയമം മോശ വഴിയും കൃപ യേശു വഴിയും വന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, എല്ലാവരും കരമുയർത്തി, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ മോശ വഴി നിയമമുണ്ടായി, പക്ഷെ ആർക്കും ആ നിയമം പാലിക്കാൻ സാധിച്ചില്ല. നിയമം പാലിക്കാൻ സാധിച്ചത് എപ്പോഴാണ്? യേശുക്രിസ്തുവിലൂടെയുള്ള കൃപാവരം ഒരുവൻ സ്വന്തമാക്കിയപ്പോൾ ആ കൃപാവരമാണ് നിയമം പാലിക്കാൻ നമുക്ക് ശക്തി നൽകുന്നത്. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഉത്തരം പറയാമോ? എന്താ കൃപ എന്ന് പറഞ്ഞാൽ? കൃപയുടെ അർത്ഥം എന്താ? പണ്ട് ധ്യാനം കൂടിയിട്ടുള്ളവർ ഇപ്പോൾ പറയേണ്ടതാണ്, കൃപ എന്ന വാക്കിന് അർത്ഥം എന്താണ്? വാട്ട് ഈസ് ഗ്രേസ്? വെരി ഗുഡ്. പറഞ്ഞ ആരെങ്കിലും, സഹോദരിമാരാരെങ്കിലും ഒന്ന് പറയാമോ, എന്താണ് കൃപ? നമ്മൾ കർത്താവ് ഞങ്ങളുടെ പേര് കൃപയായിരിക്കണേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്താ ആ കൃപ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അനുഗ്രഹം ഒരു വിധത്തിൽ ശരിയാണ്, പക്ഷെ കുറച്ചുകൂടി വിശദമാക്കണം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? തുറന്നേ, ദൈവിക ജീവൻ. വെരി ഗുഡ്. ഇപ്പോൾ ഇവിടെ 2-3 പേര് പറഞ്ഞു ഉത്തരം. ദൈവികത മാനുഷികതയിൽ ലയിച്ചു ചേരുന്നതിനെ കൃപ എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം കിട്ടും. ദൈവികത മാനുഷികതയിൽ ലയിച്ചു ചേരുന്നതിനെ കൃപ എന്ന് പറയുന്നു. പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ നേച്ചർ ഇൻ ടു ഹ്യൂമൻ നേച്ചർ. അപ്പോൾ കൃപ എന്ന ഒറ്റ വാക്കിനർത്ഥം ദൈവികത മാനുഷികതയിൽ ലയിച്ചു ചേരുന്നു. യേശുക്രിസ്തുവിലൂടെ കൃപ നൽകപ്പെട്ടു. എങ്ങനെയാ യേശുക്രിസ്തുവിലൂടെ കൃപ ഉണ്ടായത്? ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യനായി അവതരിച്ചു. അപ്പോൾ ദൈവികത മാനുഷികതയിലേക്ക് വന്നു. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയുടെയും കുദാശകളുടെയും എല്ലാം ആശീർവാദത്തിനെല്ലാം മുൻപ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആദ്യം എന്താ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ കൃപ.
മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപ കണ്ടോ. നമ്മളുടെ എല്ലാ ആരാധനാക്രമങ്ങൾക്കും ആരംഭിക്കുമ്പോൾ പല പ്രാവശ്യവും ഇത് ആവർത്തിക്കുകയാണ്. കാരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കൃപയാണ്. കൃപ. പൗലോസ്ലീഹ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ച്. കർത്താവ് പറഞ്ഞ്, നീ നിൻ്റെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കല്ലേ, മറിച്ച് കൃപ, നിനക്ക് എൻ്റെ കൃപ മതി. ഞാൻ ഒരിക്കലൊരു സഹോദരിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം ഇങ്ങനെ കാണുക. ആ ദർശനം ഇതുപോലെയായിരുന്നു. കുരിശിൻ്റെ വഴിയാണ്. യേശു കുരിശുമായിട്ട് നീങ്ങുന്നു. പടയാളികൾ യേശുവിനെ കുന്തം കൊണ്ട് കുത്തുകയും ചാട്ടവാറുകൊണ്ട് അടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്രൂരമായി പടയാളികൾ യേശുവിനെ മർദ്ദിക്കുന്നു. അപ്പോൾ ഈ സഹോദരിയുടെ ശ്രദ്ധ മുഴുവനും ഈ പടയാളികളുടെ മേലാണ്. ഈ സഹോദരിയുടെ ശ്രദ്ധ മുഴുവനും ഈ പടയാളികളുടെ മേലാണ്. കണ്ടോ, അവരെന്തിനാ കർത്താവിനെ അങ്ങനെ അടിക്കണേ, അവരെന്തിനാ അങ്ങനെ ചെയ്യണേ, അവരെന്തിനാ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇതാണ് ദർശനം. അപ്പോൾ കർത്താവ് എന്നിട്ട് സന്ദേശം കൊടുക്കുകയാണ്, അവളോട് പറയേ പടയാളികളെ ശ്രദ്ധിക്കാണ്ട് എന്നെ ശ്രദ്ധിക്കാൻ. മനസ്സിലായോ? ഇത് നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു ഇതാ. എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്താ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും എങ്ങോട്ടേക്ക് നീങ്ങി? ഈ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി. പക്ഷെ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആരാ നിൽക്കുന്നത്? കൃപ. കൃപ അവിടെ ഉണ്ട്. എന്താ അവിടുത്തെ കൃപ? അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം പാപങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ പാപങ്ങളുടെ മധ്യത്തിൽ, ആ പാപങ്ങളിൽ നമുക്ക് വിമോചനം നൽകുന്ന കൃപാവരം അതിൻ്റെ മധ്യത്തിൽ ഉണ്ട്. പാപം എവിടെയുണ്ടോ അവിടെ കൃപയുണ്ട്. റോമർ 5:20 പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു എന്നാ പറയുന്നത്. പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. ഇവിടെയാണ് നമ്മുടെ വളർച്ചയുടെ വലിയൊരു ഘടകം. ഇനി ചോദ്യം ഇതാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു ചോദ്യം, നമ്മളിപ്പോൾ ആരുടെ ആധിപത്യത്തിന് കീഴിലാണ്? പാപത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലോ അതോ കൃപയുടെ ആധിപത്യത്തിന് കീഴിലോ? എന്താ ഇത്ര താമസം ഉത്തരം പറയാൻ? ഒന്നുകൂടി ശബ്ദമുയർത്തി എല്ലാവരും ഉത്തരം പറയണം. നമ്മൾ ഇപ്പോൾ ആരുടെ ആധിപത്യത്തിന് കീഴിലാണ്? പാപത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലോ കൃപയുടെ ആധിപത്യത്തിന് കീഴിലോ? ഈ ബോധ്യം ഉണ്ടാവണം. കൃപയുടെ ആധിപത്യമാണ്, പക്ഷെ പാപം ഉണ്ടാകാം എന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, എലക്ഷൻ. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ നോക്കാം, മുമ്പൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അവർ ആധിപത്യത്തിലായിരുന്നു. പക്ഷേ പുതിയ എലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ ആരും വിചാരിക്കാത്ത വേറൊരു പാർട്ടി ഭൂരിപക്ഷം ഉണ്ടായി, വേറെ ഒരു മിനിസ്ട്രി രൂപം കൊണ്ടു. അപ്പോൾ ആധിപത്യം ആരുടെയായി? ഈ പുതിയ ഗവൺമെന്റിന്റെ. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ആളുകളും അതിന്റെ പാർട്ടിയും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പാർട്ടിയുണ്ട്, ആളുകളുണ്ട്. പക്ഷേ എന്തില്ല? ആധിപത്യമില്ല. അപ്പൊ അവർ ഏത് ഭാഗത്തായി ഇരിക്കുന്നത്? പ്രതിപക്ഷമായി.
മനസ്സിലായോ? എന്ന മാതിരി പൈശാചികത ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പൈശാചികതയുടെയും പാപത്തിൻ്റെയും ആധിപത്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചുകൊണ്ട് പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും മാനവരാശിയെ മോചിപ്പിച്ചുകൊണ്ട് യേശു ആധിപത്യം സ്ഥാപിച്ചു. ഇത് സംഭവിച്ചു കഴിഞ്ഞോ ഇല്ലയോ? സംഭവിച്ചു കഴിഞ്ഞോ? ഇത് കഴിഞ്ഞു. ഇനി ആ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും യേശുവിൻ്റെ കൊടിക്കീഴിലായി മാറിക്കഴിയുന്നു, യേശുവിൻ്റെ സംരക്ഷണത്തിൽ, യേശുവിൻ്റെ ആധിപത്യത്തിൽ. പക്ഷേ പണ്ട് ആധിപത്യത്തിലുണ്ടായിരുന്നവരുടെ ആധിപത്യം പോയെങ്കിലും അവർ ഇന്നും ഉണ്ട്. ആ പാർട്ടി ഇപ്പോഴുണ്ട്. ഏത് പാർട്ടി? പാപം പാർട്ടി, പൈശാചിക പാർട്ടി, സാത്താൻ പാർട്ടി ഇന്നും ഉണ്ട്. അവർ ഒപ്പോസിഷൻ, അവരിപ്പോ പ്രതിപക്ഷത്താണ്. അപ്പോൾ പ്രതിപക്ഷം എല്ലാ തരത്തിലും ഉള്ള പ്രലോഭനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ ആധിപത്യം നടത്തുന്നവരെ തരം താഴ്ത്താൻ വേണ്ടി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇപ്പോൾ പൗലോസ് എഴുതിയിരിക്കുന്നത്, പാപം ആധിപത്യം പുലർത്തിയതുപോലെ ഇപ്പോൾ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. ഇപ്പൊ ഈ ഗ്ലാസ്സിൽ കുറച്ച് കൃപയുണ്ട്. ഇതൊരു ആത്മാവാ, ഒരു വ്യക്തിയാണ്, നിങ്ങളോ ഞാനോ ആയിക്കൊള്ളട്ടെ. കുറച്ച് കൃപയേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം എന്താ ഉള്ളത്? അപ്പോൾ കൃപയില്ലാത്ത ഈ ഭാഗത്ത് എന്താ ഉള്ളത്? പാപം. അതാണ് നമ്മുടെ അവസ്ഥ. ഈ കൃപയില്ലാത്ത സ്ഥലത്ത് പാപം നിലനിൽക്കുന്നു. ഈ പാപത്തെ എങ്ങനെ അകറ്റാം? കൃപ കൊണ്ട് നിറയ്ക്കണം. കൃപ എവിടെ നിന്ന് കിട്ടും? യേശുവിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തോടു കൂടി കുമ്പസാരിക്കാൻ പോവുകയാണ്. കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? പാപം പൊറുക്കപ്പെടുന്നു, പാപം എടുത്തു മാറ്റപ്പെടുന്നു, പാപക്ഷമ കിട്ടുന്നു. പക്ഷേ പാപത്തെ അല്ല അപ്പോഴും നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അപ്പോഴും പാപത്തെ ഓർക്കണം, പാപത്തെ ഏറ്റുപറയണം, കുമ്പസാരിക്കണം. പക്ഷെ നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ ലക്ഷ്യവും, നമ്മുടെ കൂടുതൽ ശ്രദ്ധ കൃപയിലേക്കായിരിക്കണം. കാരണം കൃപ കുമ്പസാരിക്കുമ്പോഴും പാപമോചന ശുശ്രൂഷയിലും കുർബാനയിലും എല്ലാം വിശുദ്ധീകരണം നടക്കുന്നത് ഏതുവഴിയായിട്ടാണ്? കൃപ വഴി. ഇതാ ഇപ്പോൾ കുമ്പസാരിക്കാൻ പോവുകയാണ്, കുമ്പസാരം നടക്കാൻ പോവുകയാണ്. ഇതാ കുമ്പസാരം നടക്കുന്നു, കൃപ ഒഴുകുന്നു, പാപം പുറത്തേക്ക് പോകുന്നു, പാപം പുറത്തേക്ക് പോയി കൃപ കൊണ്ട് നിറച്ചു. ഇതുണ്ട്, കൃപ കൊണ്ട് നിറച്ചു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആത്മീയത. ഇപ്പോൾ വായിച്ചേ, റോമർ 5:20 കൂടി വായിച്ചേ. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ച് അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ 17 വർഷമായിട്ട് നവീകരണത്തിലുണ്ട്, എല്ലാ വർഷവും ഞാൻ ധ്യാനം കൂടും, എല്ലായ്പ്പോഴും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എങ്കിലും പേടിച്ചാണ് കുമ്പസാരിച്ചിരുന്നത്. അതുകൊണ്ട് ചില പാപങ്ങൾ എന്നിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുന്നില്ല. പക്ഷേ ഞാൻ ഈ കൃപയുടെ ഒഴുക്കിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൃപയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പാപം എന്നിൽ ആധിപത്യം പുലർത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിൽ ചില പാപങ്ങൾ ഇന്നും ആധിപത്യം പുലർത്തുന്നുണ്ടാകാം. എന്തുകൊണ്ട് ആധിപത്യം പുലർത്തുന്നു? നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോഴും ഈ പാപത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ്, ഈ പാപം എത്ര ചെയ്തിട്ടും പോകുന്നില്ല, ഈ പാപം എൻ്റെ കർത്താവ്. പക്ഷേ നേരെ മറിച്ച്, എൻ്റെ കർത്താവെ, നിൻ്റെ ആ കൃപ ഒന്നിങ്ങ് ഒഴുക്കി ഈ പാപത്തിനെ എന്ന് പറഞ്ഞങ്ങ് മാറ്റിക്കളഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് പോകും. അപ്പോൾ പട്ടാളക്കാരനെ നോക്കി നിൽക്കാതെ ആരെ നോക്കി നിൽക്കണം? കർത്താവിനെ നോക്കണം.
നമ്മൾ പട്ടാളക്കാരെ നോക്കി അവരോട് നേരെ ആക്രോശിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ കർത്താവിനെ കുത്തണേ ഇതൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പാപം നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല. കൃപയെ ശ്രദ്ധിക്കണം. എല്ലാ ഭീഷണികളുടെ എല്ലാ പാപത്തിൻ്റെയും മധ്യത്തിൽ ആ പാപത്തിൽ നിന്ന് മാറ്റുന്ന കൃപാവരം. ഒരു വലിയ അന്ധകാരം നിറഞ്ഞ ഒരു മുറി, ആ മുറിയിൽ അന്ധകാരത്തിനോട് പോകാൻ പറഞ്ഞാൽ അത് പോവോ? മറിച്ച് എന്ത് ചെയ്യണം? ഒരു മെഴുകുതിരി കത്തിച്ചാൽ പോരെ. ഒരു മെഴുകുതിരി കത്തിച്ചാൽ ആ വലിയ അന്ധകാരം മുഴുവനും ബ്രേക്കായോ ഇല്ലയോ? ആ അന്ധകാരത്തിന് ഈ മെഴുകുതിരിയെ കെടുത്താൻ സാധിക്കുമോ? ഇല്ല. അതാണ് മെഴുകുതിരി എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ വളർച്ചയിൽ മനസ്സിലാക്കേണ്ട രഹസ്യം, പാപത്തിൻ്റെ അധികാരമില്ല. പാപത്തിന് കൃപയ്ക്കാണ് ആധിപത്യം. കൃപയിലൂടെ മാത്രമേ പാപം തുടച്ചു മാറ്റപ്പെടുകയുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപ ധാരാളം നമ്മിലേക്ക് ഒഴുകണം. കൃപ നമ്മുടെ അവകാശമാണ്. ഒരിക്കലിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ കാണിച്ചു തരികയാണ്. ഒരു അമ്മ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ മുല കൊടുക്കാൻ വേണ്ടി അമ്മ കുഞ്ഞിനെ മാടി വിളിക്കുകയാണ്. പക്ഷെ കുഞ്ഞ് വരുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് വളരെ വലിയ പ്രയാസം. ഒന്ന്, കുഞ്ഞിന് മുല ഊട്ടിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും എന്ന് ഓർത്തിട്ട്, കുഞ്ഞ് മുല കുടിച്ചില്ലെങ്കിൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും എന്ന് ഓർത്തിട്ട് അമ്മയ്ക്ക് പ്രയാസം. രണ്ട്, അമ്മയുടെ മുലകളിൽ മുലപ്പാലിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുമ്പോഴുണ്ടാകുന്ന അമ്മയ്ക്കുള്ള പ്രയാസം. ഇതാണ് കൃപയുടെ അവസ്ഥ. ഇത് കൃപയാണ്. അപ്പോൾ കൃപ എന്നുപോലെയാണ് അമ്മ കുഞ്ഞിനെ പാലൂട്ടാൻ വേണ്ടി ദാഹിക്കുന്നത് പോലെ കൃപ നമ്മളാകുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകാൻ വേണ്ടി ദൈവം ദാഹിക്കുകയാണ്. ഈ കൃപ നമ്മൾ കുടിക്കുന്നില്ലെങ്കിൽ, കുഞ്ഞ് മുല കുടിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതം അപകടത്തിലാണ്, കുഞ്ഞിന് ആരോഗ്യമില്ല. എന്ന പോലെ നമ്മൾ പാപത്തിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മളിൽ ആധിപത്യം പുലർത്തുന്ന, നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പല ദുസ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായി വിടുതൽ ലഭിക്കണമെങ്കിൽ നമ്മൾ കൃപയെ ലക്ഷ്യം വെക്കണം. കൃപയുടെ ആധിപത്യത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ശരണപ്പെടണം. കൃപയുടെ ആധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും കൃപയ്ക്ക് വേണ്ടി ദാഹിക്കണം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്കെൻ്റെ കൃപ മതി, കൃപ മതി.